ജോമോൾ അടക്കം പറയുന്നത് ഇങ്ങനൊരു അനുഭവം തനിക്കുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത് അങ്ങനെ ആയിരുന്നോ ഈ ഒരു പ്രസ് മീറ്റിൽ അവർ സംസാരിക്കേണ്ടത്? എന്താണ് തോന്നിയത് ഈ സിദ്ദീഖിൻ്റെ അടക്കമുള്ള പ്രസ് മീറ്റിലെ സംസാരത്തിൽ നിന്ന്? പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ ഉയർന്ന തരത്തിലുള്ള പെർഫോമൻസ് ആയിരുന്നു. ആർട്ടിസ്റ്റുകളാണ് എല്ലാവരും. ഇത് നല്ലൊരു കിണാശ്ശേരിയാണ്. സിദ്ദീഖ് പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളെങ്കിൽ നമുക്ക് പെട്ടെന്ന് സിനിമേൻ്റെ നയരൂപീകരണമാക്കാം. നമുക്ക് ഉടനെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രാവർത്തികമാക്കാം. അവരെല്ലാവരും 506 ആൾക്കാരുടെ കോപ്പറേഷൻ ഉണ്ടാവും. അതിൽ സ്ത്രീകളെ ഈ തവണത്തെ മീറ്റിങ്ങിൽ ഫോർ എ ചേഞ്ച് കൂടെ തന്നെ ഇരുത്തിക്കൊണ്ടുള്ള സംസാരം കാണാൻ സാധിച്ചു. അങ്ങനെ പല നിലയ്ക്കും പോസിറ്റീവായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള കിണാശ്ശേരിയെ കണ്ടിട്ട് നമ്മൾ അതിൻ്റെ ഒരു ആത്മസംതൃപ്തിയിൽ നല്ല ലോകം. മാധ്യമങ്ങളടക്കം അമ്മയെ കുറ്റം പറയുന്നതിൽ തങ്ങൾക്ക് വലിയ വിഷമമുണ്ട്. ഇതിൽ അമ്മയുടെ അംഗങ്ങൾ മാത്രമാണെന്നൊന്നും പറയുന്നില്ല എന്നൊക്കെയാണ് സിദ്ദീഖ് പറയുന്നത്. മാധ്യമങ്ങൾ അങ്ങനെ കുറ്റം പറയുന്നതാണോ? യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള മൊഴികളാണല്ലോ. അദ്ദേഹം എന്താണ് ഇങ്ങനെ ഒരു കമ്മിറ്റി വേണം എന്ന് പറയാൻ അവരുടെ സംഘടന ഇനിഷ്യേറ്റീവ് എടുക്കാതിരുന്നത്? അവർക്കും ഇടയ്ക്ക് വരാറുണ്ട് എന്ന് പറഞ്ഞു. അവർക്കും ഇടയ്ക്ക് റെമ്യൂണറേഷൻ്റെ ചില പരാതികൾ വരാറുണ്ട്. അത് പരിഹരിക്കണ്ടേ? അപ്പോൾ അതിനുവേണ്ടി ഏതായാലും സർക്കാർ ഒരു വ്യായാമത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊന്ന് നടന്ന സ്ഥിതിക്ക് എല്ലാവരുടെയും വെൽബീയിങ്ങിനാണല്ലോ. അപ്പോൾ അതൊന്ന് ത്വരിതപ്പെടുത്താനോ അല്ലെങ്കിൽ അതിന് ഇനിഷ്യേറ്റീവൊക്കെ എടുക്കാമല്ലോ. കാരണം പ്രത്യേകിച്ച് കുറേ ആൾക്കാരുള്ളതല്ലേ, കളക്റ്റീവ് ബാർഗെയിൻ പറ്റുന്ന ആൾക്കാരല്ലേ, വളരെ എന്താ പറയുക, അവരല്ലേ പ്രബലരായിട്ടുള്ള ആൾക്കാർ. അവർക്കായിരുന്നല്ലോ അത് എളുപ്പത്തിൽ സാധിക്കുക. അതെന്താ പിന്നെ അത് ചെയ്യാതിരുന്ന? അതാണ് നമുക്ക് മനസ്സിലാവാത്തത്. പക്ഷെ തയ്യാറാണെന്ന് പറയുന്നു, വേണ്ട എന്നില്ല, വളരെ പാസീവാണ്. അതൊക്കെ വളരെ നന്നായിട്ടുണ്ട് എല്ലാ നിലയ്ക്കും. പിന്നെ ഇത് ഒരു തോന്നൽ മാത്രമായിരിക്കും. ഈ പറഞ്ഞ സ്ത്രീകളെ ഒന്നും അവർ മോശമായിട്ടൊക്കെ പറയുന്നുമില്ല. അവസാനം പറഞ്ഞ അദ്ദേഹത്തിന് മാത്രമാണ് കുറച്ച് ഇമോഷൻ ഉണ്ടായത്. ബാക്കി എല്ലാവരും വളരെ കെപ്റ്റ് കൂൾ. അങ്ങനെ തന്നെയാണ് വേണ്ടത്. പിന്നെ സഹപ്രവർത്തകരായിട്ടുള്ള സ്ത്രീകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരാരെങ്കിലും നമുക്ക് ആ അനുഭവമില്ല. അപ്പോൾ അവരെ വിളിച്ചോട്ട് ചോദിച്ചോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചോ? അതോ ഇവിടെ എത്ര സൂയിസൈഡുകൾ നടന്നിട്ടുണ്ട്? സിനിമാ ചരിത്രത്തിനെ പറ്റി ബോധമൊന്നും ഇല്ലേ ഇവർക്ക്? എത്ര സ്ത്രീകൾ, നടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്? അതിന് ബേസ് ചെയ്തൊരു സിനിമ തന്നെ വന്നിട്ടുണ്ടല്ലോ, കൃത്യമായിട്ട് ഈ ഡോക്യുസെറീൻ്റെ സ്വഭാവമുള്ള ഒരു സിനിമ വന്നിട്ടുണ്ടല്ലോ. ഇതൊന്നും കാണാതെയാണോ ഇവരൊക്കെ മുതിർന്നത്? നമുക്ക് മനസ്സിലാവുന്നില്ല. ജോമോൾ ചിലപ്പോൾ അത് കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും, പക്ഷെ മറ്റേ അദ്ദേഹം കുറച്ചും കൂടെ സീനിയറല്ലേ, അദ്ദേഹം അത് കണ്ടിട്ടുണ്ടാവണമല്ലോ. അപ്പോൾ ഇവിടെ നടക്കുന്ന ഒന്നും അറിയാത്ത വളരെ സെക്യൂറും സെക്ലൂഡഡുമായിട്ടുള്ള ഒരു ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റിയതിൽ ഉള്ള ചരിതാർത്ഥ്യം അറിയിക്കാൻ പറ്റില്ല. ഈ കമ്മിറ്റി റിപ്പോർട്ടിനെ ഒരു പരിഹസിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണ് നമുക്കൊക്കെ ആ ഒരു പ്രസ് മീറ്റ് മുഴുവൻ കാണുമ്പോൾ കമ്മിറ്റി റിപ്പോർട്ട് വേറെ ഏതോ ലോകത്ത് നടക്കുന്നത്, ഇത് വേറെ ഏതോ ലോകം എന്ന തരത്തിലേക്കാണ് പോകുന്നത്. അത് അവരെ ബാധിക്കുന്ന കാര്യമല്ല എങ്കിൽ പിന്നെ അത് വേറെ ലോകത്തെ കാര്യം തന്നെ ആയിരിക്കണമല്ലോ. അത് അഥവാ ഇതൊക്കെ കളവാണ് എങ്കിൽ അതിനെതിരെ എന്താണോ എന്തോ മൂവ്മെൻറ്റ് നടക്കാത്തത്. പിന്നെ നമുക്ക് ഒരു പാട്രിയാർക്കൽ സൊസൈറ്റീൻ്റെ മേലെ ഇരിക്കുമ്പം ഒരു തോന്നലുണ്ടാവും നമുക്കൊരിക്കലും ഇളക്കാൻ പറ്റില്ല. ഇത് ഒരർത്ഥത്തിൽ സർക്കാരിന് കൊടുത്ത വെല്ലുവിളിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവർ പറഞ്ഞ പേരുകളൊക്കെ ഒന്ന് പുറത്തു വിടൂ എന്നാണ്. അങ്ങനൊരു പുറത്തു വിടാനുള്ള ത്രാണി ഇപ്പോൾ തൽക്കാലം അധികാര സ്ഥാപനങ്ങൾക്കൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെയാണ് ഇങ്ങനെ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 5 പേജ് വെട്ടിമാറ്റിയ സംഭവം അടക്കം. അതിലടക്കം സർക്കാർ ഇവർക്കൊപ്പം തന്നെയാണ് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് കൂടിയായിരുന്നു ഈ പ്രസ് മീറ്റ് എന്ന് തോന്നുന്നു. എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് ഇവർ അല്ലെങ്കിൽ അവർ അല്ലെങ്കിൽ പ്രബലരായ ഏതോ 15 എന്താണ് അങ്ങനെ അതൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. ദിസ് ഈസ് ഓൾ അബൌട്ട് എ സിസ്റ്റം. അതിൽ അവിടെ പേരുകൾ മാറി മാറി വരും. ഇപ്പം നമ്മൾ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ആ 15 പേര് കണ്ടുപിടിക്കുമ്പം ഇറ്റ് കുഡ് ബി സം അതർ 15, അടുത്ത തവണ വേറൊരു 15 ആൾക്കാരും ആവാം. അപ്പോൾ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. ഇതിൽ സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്കെതിരെ പണിയെടുക്കുന്ന തരം ഒരു സാധനമുണ്ട്. നമ്മൾ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾ അതിനെ ഇൻ്റർപെലേഷൻ എന്നാ പറയുക. നമുക്കെതിരെ നമ്മളെ കൊണ്ട് തന്നെ പ്രവർത്തിപ്പിക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. അതാണ് ആ സ്ട്രക്ചറിൽ നിന്നുകൊണ്ടാണ് അവരെല്ലാവരും പെരുമാറിയതും സംസാരിച്ചതും ഒക്കെ.